വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 93 മുതൽ 95 വരെയുള്ള സൂക്തങ്ങളാണ്. താങ്കൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക: ഇവരോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ എനിക്കൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ, ഈ അക്രമികളായ ജനതയുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ. അവരോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ നിനക്ക് കാണിച്ചു തരുവാൻ തീർച്ചയായും നാം കഴിവുറ്റവൻ തന്നെയാണ്. ഏകദൈവവിശ്വാസത്തിലധിഷ്ഠിതമായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് പ്രവാചകന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ സമൂഹത്തോട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ധിക്കാരികളും നിഷേധികളും അതിനെ വെല്ലുവിളിക്കുകയും അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ശിക്ഷ ഒന്ന് കാട്ടിത്തരൂ എന്ന് വെല്ലുവിളിക്കുന്ന ചില ധിക്കാരികളുണ്ട്. എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടി വിവിധ സൂക്തങ്ങളിൽ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതിലൊന്ന് 10-ാം അധ്യായം 46-ാം സൂക്തപ്രകാരം പറയുന്നുണ്ട്: നാം താക്കീത് ചെയ്യുന്ന ശിക്ഷകളിൽ ചിലതൊക്കെ താങ്കളുടെ ജീവിതകാലത്തോ അതല്ലെങ്കിൽ താങ്കളുടെ മരണശേഷമോ നാം കാണിച്ചു തരുന്നതാണ്. അവരുടെയൊക്കെ മടക്കം നമ്മിലേക്ക് തന്നെയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചില ചെറിയ ശിക്ഷകളൊക്കെ ദൈവം ആസ്വദിപ്പിക്കും എന്നും ഖുർആനിൽ പറയുന്നുണ്ട്. അസ്സജദ എന്ന അധ്യായത്തിൽ 21-ാം സൂക്തത്തിൽ പ്രകാരം പറയുന്നു: പരലോകത്തെ ഭയങ്കര ശിക്ഷ കൂടാതെ തന്നെ ഈ ദുനിയാവിലും അവർ നാം ചെറിയ ശിക്ഷകൾ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ സത്യപാതയിലേക്ക് മടങ്ങിയെങ്കിലോ. നബി തിരുമേനിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും പരാജയങ്ങളും ദൈവീക ശിക്ഷകൾപ്പെട്ടു തന്നെയായിരുന്നു. ഈ ദൈവിക മതത്തിനും അതിൻ്റെ അനുയായികൾക്കും എതിരിൽ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നത് ദൈവിക നീതിയിൽപ്പെട്ടു തന്നെയാണ്. അതിന് ചരിത്രം സാക്ഷിയുമാണ്.